ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് യൂണിറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു യൂണിറ്റും കൂടി പെൻഡിങ് ഉണ്ട്, ദാറ്റ് ഈസ് കെയ്നേഷ്യൻ തിയറി. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിന്റെ പേര് പബ്ലിക് ഫൈനാൻസ് എന്നാണ്. പബ്ലിക് ഫൈനാൻസ്. ഈ ചാപ്റ്ററിനെ 4 യൂണിറ്റ് ആയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരിച്ചിട്ടുള്ളത്. 4 യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പബ്ലിക് ഫൈനാൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ 4 യൂണിറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫിസ്ക്കൽ ഫംഗ്ഷൻ ഓവർവ്യൂ എന്നാണ് ഫസ്റ്റ് യൂണിറ്റ്. സെക്കൻഡ് യൂണിറ്റ്, അതിലെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഫെയിലിയർ. തേർഡ് യൂണിറ്റ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ടു കറക്റ്റ് മാർക്കറ്റ് ഫെയിലിയർ എന്നാണ്. ഗവൺമെന്റ് ഇന്റർവെൻഷൻ ടു കറക്റ്റ് മാർക്കറ്റ് ഫെയിലിയർ. The last one, fiscal policy. ഇങ്ങനെ 4 യൂണിറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് 4 യൂണിറ്റ് ഡിസ്കസ് ചെയ്യാം. മറ്റുള്ള ചാപ്റ്ററുകൾ പോലെയല്ല, ഇതിൽ നമ്മൾ ഈ ഫസ്റ്റ് യൂണിറ്റ് ഇതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ്. സെക്കൻഡ് യൂണിറ്റ്, തേർഡ് യൂണിറ്റ്, ഫോർത്ത് യൂണിറ്റ്. മറ്റുള്ള ചാപ്റ്ററുകളിൽ ഇപ്പൊ നമ്മളൊരു യൂണിറ്റ് സ്കിപ്പ് ചെയ്ത് പഠിച്ചാലും അടുത്ത യൂണിറ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം അത്രത്തോളം ഒരു കണക്ഷൻ ഉണ്ടാവാറില്ല. പക്ഷെ ഈ യൂണിറ്റിൽ ഫസ്റ്റ് യൂണിറ്റുമായി കണക്റ്റഡ് ആണ് സെക്കൻഡ് യൂണിറ്റുമായിട്ട് കണക്റ്റഡ് ആണ് തേർഡ് യൂണിറ്റുമായി കണക്റ്റഡ് ആണ് ഫോർത്ത് യൂണിറ്റ്. അപ്പൊ നമ്മൾ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് യൂണിറ്റുകൾ. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് യൂണിറ്റിലും തേർഡ് യൂണിറ്റിലും ഫോർത്ത് യൂണിറ്റിലും പഠിക്കാനുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫിസ്ക്കൽ ഫംഗ്ഷൻ ആൻഡ് ഓവർവ്യൂ. ഇതാണ് ഞാൻ എപ്പോഴും ഒരു യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒരു ഓവർവ്യൂ ആദ്യം തരാറുണ്ട്. എന്തൊക്കെ സംഗതികളാണ് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ നാഷണൽ ഇൻകം പഠിച്ച സമയത്ത് 6 സംഗതികളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ യൂണിറ്റ് തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതിൽ എന്തുണ്ട്, 5 മെയിൻ ഹെഡ് ആയിട്ടാണ് യൂണിറ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന ഫിസ്ക്കൽ ഫംഗ്ഷൻ ആൻഡ് ഓവർവ്യൂ എന്ന് പറഞ്ഞ യൂണിറ്റിനെ 5 ഹെഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 ഹെഡുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ യൂണിറ്റ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തീരും. വളരെ ചെറിയ യൂണിറ്റ് ആണ്, പക്ഷെ നമുക്ക് കൺസെപ്റ്റുകൾ കറക്റ്റ് ആയിട്ട് മനസ്സിലായാൽ മാത്രമേ ബാക്കിയുള്ള യൂണിറ്റുകൾ നമുക്ക് പഠിക്കാൻ പറ്റൂ. അപ്പൊ അതിൽ 5 ഹെഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 5 ഹെഡും ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. 5 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇതിൽ വരിക. ഇതിൽ 5 ഹെഡ് എന്ന് പറഞ്ഞത് ഞാനിവിടെ എഴുതാം ഏതൊക്കെയാണ് 5 ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. സെക്കൻഡ് വൺ റോൾ ഓഫ് ഗവൺമെന്റ് in an economic system. Third part, allocation function. Fourth part, redistribution function. Then last part, stabilization function. ഇങ്ങനെ 5 പാർട്ടായിട്ടാണ് ഈ യൂണിറ്റിനെ തിരിച്ചിട്ടുള്ളത്.
അതായത് ഈ 5 ഹെഡുകൾ നമ്മൾ പഠിക്കുന്നതോടുകൂടി ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആവും. അതില് ഞാൻ ഈ 3, 4, 5 ഈ ഭാഗങ്ങൾ വേറെ എങ്കിലും എഴുതാനുള്ള കാരണം ഈ ഫിസിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള സംഗതികളാണ്. അതായത് ഫിസിക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഹെഡിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് അലോക്കേഷൻ ഫംഗ്ഷൻ, സെക്കൻഡ് പാർട്ട് റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, തേർഡ് പാർട്ട് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. ഈ യൂണിറ്റിൽ ഏത് രീതിയിലാ ക്വസ്റ്റ്യൻ വരാന്ന് ചോദിച്ചാൽ എക്കണോമിക്സ് മുഴുവൻ 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ഉള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആവും. അപ്പോൾ ഇതില് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവും. വാട്ട് ആർ ദി റോൾസ് ഓഫ് ഗവൺമെന്റ് ഇൻ ആൻ എക്കണോമിക് സിസ്റ്റം? 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതേപോലെ എന്താണ് അലോക്കേഷൻ ഫംഗ്ഷൻ, എന്താണ് റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, എന്താണ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ 5 ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻസ് വരാറില്ല. ഈ രണ്ടാമത്തെ പാർട്ട് തൊട്ട് ഇത്രയും ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരാറ്. അപ്പൊ ഇത് നമ്മൾ കൺസെപ്ച്വലി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജിൽ തന്നെ എഴുതാം. ആ മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ, എന്താണ് ഈ ഫിസിക്കൽ ഫംഗ്ഷൻ എന്നുള്ള സംഗതിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നമ്മുടെ ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഗവൺമെന്റ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട്. അതായത് നമ്മൾ എന്ന് പറഞ്ഞ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട്. നമുക്ക് സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് പോളിസികൾ കൊണ്ടുവരുന്നുണ്ട്, ഒരുപാട് സ്കോളർഷിപ്പ് അങ്ങനെയുള്ള ഹെൽപ്പുകൾ നമുക്ക് തരുന്നുണ്ട്. റേഷൻ കട വഴി, സപ്ലൈകോ വഴി നമുക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട്. അതേപോലെ റോഡ് ഉണ്ടാക്കുന്നുണ്ട്, പാലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഗതികളൊക്കെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യയില് ഗവൺമെന്റ് ഇല്ല, ഓൺലി എന്ത് മാത്രമേ ഉള്ളൂ? പ്രൈവറ്റ് സെക്ടർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ എന്തില്ല? ഒരു എക്സാമ്പിൾ ആണ്, നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. ഗവൺമെന്റ് ഇല്ല, പ്രൈവറ്റ് സെക്ടർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഗവൺമെന്റ് ഉണ്ട്, പക്ഷെ ഗവൺമെന്റ് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്നില്ല. ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ ഈ സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുക മാർക്കറ്റിൽ? ഈ സിറ്റുവേഷനിൽ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുക? മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി അടങ്ങുന്ന മാർക്കറ്റിന് എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? ഈ പറഞ്ഞ വർക്കുകളൊന്നും നടക്കൂല. അതായത് ഒരാളും റോഡ് ഉണ്ടാക്കൂല. പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചറിങ് കമ്പനി, ആ മാനുഫാക്ചറിങ് കമ്പനീന്റെ മെയിൻ മോട്ടീവ് എന്തായിരിക്കും? പ്രോഫിറ്റ് ഉണ്ടാക്കണം. അല്ലാതെ സൊസൈറ്റിന്റെ വെൽഫെയർ അല്ലല്ലോ അവരുടെ മോട്ടീവ്, ആണോ? അല്ല. അത് പ്രൈവറ്റ് സെക്ടറുകളിൽ എല്ലായ്പ്പോഴും, ഏത് പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും അവരുടെ മോട്ടീവ് സൊസൈറ്റിയുടെ വെൽഫെയർ ആവില്ല. ഷുവറാണ്. അത് ആരുടെ മോട്ടീവാണ്? ഗവൺമെന്റിന്റെ മോട്ടീവ് മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിൽ മാർക്കറ്റ് എന്ത് സംഭവിക്കും? അതായത് ഞാനിപ്പോ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ആര് മാത്രമേ ഉള്ളൂ? പ്രൈവറ്റ് സെക്ടർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു റോഡ് വേണം, പുതിയ റോഡ് വേണം. ഈ പ്രൈവറ്റ് സെക്ടറിലുള്ള മാനുഫാക്ചറേഴ്സ് ഇത് ഉണ്ടാക്കി തരുമോ? ഇല്ല. അപ്പൊ അവിടെ മാർക്കറ്റ് എന്ത് സംഭവിക്കും? ഫെയിലിയർ ആവും. എന്തില് ഫെയിലിയർ ആവും? സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ വെൽഫെയർ, അതേപോലെ സോഷ്യൽ ജസ്റ്റിസ്, സോഷ്യൽ ഈക്വാലിറ്റി, ഇങ്ങനെയുള്ളതിലൊക്കെ എന്ത് സംഭവിക്കും? ഫെയിലാവും. ഈ പറഞ്ഞ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് പ്രൈവറ്റ് സെക്ടർ കൊടുക്കോ? ഇല്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു സിസ്റ്റം എന്താ? ഗവൺമെന്റ് ഉണ്ട്, പ്രൈവറ്റ് സെക്ടറും ഉണ്ട്. ഗവൺമെന്റ് ആണ് ഇതൊക്കെ ചെയ്യുന്നത്, പ്രൈവറ്റ് സെക്ടറിലും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ലക്ഷ്യം എന്താ? ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR. നമ്മൾ ലോലി കമ്പനീസ് ആക്ടിൽ സെക്ഷൻ നമ്പർ 135 പ്രകാരം പഠിക്കുന്നതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR. നിർബന്ധമായിട്ട് ചില ഇന്ന ടേൺ ഓവർ ക്രൈറ്റീരിയ ഉള്ള കമ്പനികൾ എന്ത് ചെയ്യണം? CSR ആക്ടിവിറ്റീസ് ചെയ്യണം. അവരുടെ ടേൺ ഓവറിന്റെ ഇത്ര ശതമാനം അവരെന്ത് ചെയ്യണം? ഇത്ര പ്രോഫിറ്റിന്റെ ഇത്ര ശതമാനം അവരെന്ത് ചെയ്യണം? അങ്ങനെ ഇന്ന ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് ആക്ടിൽ വന്നതുകൊണ്ട് മാത്രമാണ് കമ്പനികൾ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ കമ്പനികൾ ഫോളോ ചെയ്ത് അവർക്കുള്ള ഗുണം എന്താണ്? ടാക്സ് റേറ്റുകൾ കുറവുണ്ട്, ഗവൺമെന്റ് റെഗുലേഷൻസ് കുറവുണ്ട്, അതേപോലെ ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് കുറവുണ്ട്. ഇങ്ങനെയുള്ള മെച്ചങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്.
അപ്പൊ ഗവൺമെന്റ് ഇൻഎഫിഷ്യന്റ് ആയ ഒരു സിറ്റുവേഷനോ ഗവൺമെന്റ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനോ ഉണ്ടെങ്കിൽ അവിടെ മാർക്കറ്റ് ഫെയിൽ ആവും. അതായത് ഒരിക്കലും പ്രൈവറ്റ് സെക്ടർ ഇത് ഒരിക്കലും ഓട്ടോമാറ്റിക്കലി ഇതൊന്നും ചെയ്യൂല എന്നർത്ഥം. ഏത് ചെയ്യൂല? ഗവൺമെന്റ് സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യൂല. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ആരിടപെടേണ്ടി വരും? ഗവൺമെന്റ് ഇടപെടേണ്ടി വരും. ഒരു നാട്ടിലൊരു പാലം വേണം, അത് ആരിടപെട്ടാലേ നടക്കുകയുള്ളൂ? ഗവൺമെന്റ് സെക്ടർ ഇടപെട്ടാലേ അവിടെ ഒരു പാലം നടക്കുകയുള്ളൂ. അതല്ലാത്ത എക്സെപ്ഷണൽ കേസുകൾ ഉണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്, ജനറലൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതേപോലെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിനെ മറ്റുള്ള കമ്മ്യൂണിറ്റികളുടെ ഒപ്പം എത്തിക്കണം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് കൊടുക്കണം, റിസർവേഷൻസ് ഉണ്ടാവും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യും. ഇതൊക്കെ ഗവൺമെന്റ് ഇടപെട്ടാലേ നടക്കുകയുള്ളൂ. ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് വേണം. ഈ ഗവൺമെന്റ് ഇടപെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഗവൺമെന്റിന്റെ പോളിസികൾ ഉണ്ടാക്കണം. അതായത് ഇപ്പൊ ഒരു 5 വർഷത്തിന് ഒരു ഗവൺമെന്റ് വന്നു, അവരെന്ത് ചെയ്യണം? ഈ 5 വർഷത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കണം, എന്തൊക്കെയാണ് നമ്മുടെ പോളിസീസ്, അതെങ്ങനെയാണ് നടപ്പിലാക്കുക, ടാക്സ് റേറ്റ് എത്ര വേണം, എത്ര കുറക്കണം, അതിലുള്ള സംഗതികൾ എന്താണ്, ഇതൊക്കെ ആര് ഫോം ചെയ്യണം? ഗവൺമെന്റ് പോളിസി ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ 2 രീതിയിലാണ് പോളിസി ക്രിയേറ്റ് ചെയ്യുക. ഗവൺമെന്റ് പോളിസീസ് 2 ഹെഡായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ. 2 ഹെഡ് എന്ന് പറഞ്ഞാൽ, ഒന്ന് മോണിറ്ററി പോളിസി എന്ന് പറയും, മോണിറ്ററി പോളിസി. 2 ഫിസ്ക്കൽ പോളിസി എന്ന് പറയും, ഫിസ്ക്കൽ പോളിസി എന്ന് പറയും. ഫസ്റ്റത്തത് മോണിറ്ററി പോളിസി, രണ്ടാമത്തത് ഫിസ്ക്കൽ പോളിസി. ഇങ്ങനെ 2 ഹെഡായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഈ മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, മോണിറ്ററി പോളിസി സിംപിളി പറയുകയാണെങ്കിൽ മോണിറ്ററി ടേംസുമായി ബന്ധപ്പെട്ട പോളിസികൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, റിലേറ്റഡ് ടു ബാങ്ക് ആണ് മോണിറ്ററി പോളിസി വരിക. റിലേറ്റഡ് ടു ബാങ്കിങ് സെക്ടർ. റിലേറ്റഡ് ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് മോണിറ്ററി പോളിസികളാവുമല്ലോ. ഒരു എക്സാമ്പിൾ ഏതൊക്കെ? CRR, ക്യാഷ് റിസർവ് റേഷ്യോ. ഇത് കേൾക്കാത്ത സംഗതിയാണെങ്കിൽ ബേജാറാവണ്ട, ഇതൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. CRR ഇപ്പൊ ഒരു പേര് പഠിക്കുക, അങ്ങനെ ഒരു റേഷ്യോ ഉണ്ട്, ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെട്ടതാണ്, ഗവൺമെന്റിന്റെ മോണിറ്ററി പോളിസിയാണ്. CRR, SLR, റിപ്പോ, റിവേഴ്സ് റിപ്പോ, ഇങ്ങനെയുള്ള ഒരുപാട് പോളിസികൾ ആർക്കുണ്ട്? ഗവൺമെന്റിനുണ്ട്. ഈ പോളിസി എന്തിനാ? ഇനീക്വാളിറ്റീസ് അതേപോലെ മാർക്കറ്റിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ കുറെ പോളിസീസ് ആണ്. ഈ ഭാഗമല്ല നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഏതാ പഠിക്കാനുള്ളത്? ഫിസ്ക്കൽ പോളിസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇത് നമുക്ക് പഠിക്കാണ്ട് അടുത്ത ചാപ്റ്ററിലാണ്. ഏത്? മോണിറ്ററി പോളിസി. ഫിസ്ക്കൽ പോളിസി എന്നുള്ള ഭാഗത്തുനിന്ന് അപ്പൊ ഉദ്ദേശിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോൺ മോണിറ്ററി ആയിട്ടുള്ള പോളിസികൾ. മോണിറ്ററി പോളിസീസ് ഇവിടെ കവർ ചെയ്തു. നോൺ മോണിറ്ററി ആയിട്ടുള്ള പോളിസികൾ ഏതൊക്കെ ഉണ്ടോ അതിൻ്റെയൊക്കെ ഒരു ബണ്ടിലാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പോളിസികൾ. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എന്താണ് ഫിസ്ക്കൽ പോളിസി, ഫിസ്ക്കൽ പോളിസിന്റെ ഇമ്പോർട്ടൻസ്, അതാണ് ഇപ്പൊ ഞാൻ ഇത്രയും നേരമായിട്ട് പറഞ്ഞത്. ഒരു ഗവൺമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഫിസ്ക്കൽ പോളിസി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? മാർക്കറ്റ് ഫെയിൽ ആവും. മാർക്കറ്റ് എന്തിൽ ഫെയിൽ ആവും? സൊസൈറ്റിയുടെ വെൽഫെയർ ഉണ്ടാക്കുന്നതില്, സൊസൈറ്റിയിൽ ഈക്വാളിറ്റി ഉണ്ടാക്കുന്നതില്, ജസ്റ്റിസ് ഉണ്ടാക്കുന്നതിലൊക്കെ മാർക്കറ്റ് ഫെയിൽ ആവും. മാർക്കറ്റ് ഫെയിൽ ആവും എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ ഇതൊന്നും ചെയ്യാൻ പോണില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ഗവൺമെന്റ് ഇന്റർവീൻ ചെയ്യണം. ഗവൺമെന്റ് ഇടപെട്ടിട്ട് കുറെ കാര്യങ്ങൾ നടപ്പിലാക്കണം, റെഗുലേഷൻസ് കൊണ്ടുവരണം, പോളിസീസ് പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണം. ആ നടപ്പിലാക്കുന്നതിനെയാണ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: അലോക്കേഷൻ ഫംഗ്ഷൻ, റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. ഈ 3 കൂടി ചേരുമ്പോഴാണ് ഫിസ്ക്കൽ ഫംഗ്ഷൻ എന്നുള്ള ഒരു സംഗതി നടപ്പിലാവുന്നത്. അതായത് ഈ നമ്മളിപ്പോ ഈ പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ ഗവൺമെന്റ് ചെയ്യണം. ആ ചെയ്യാൻ ഗവൺമെന്റിന് 3 രീതിയിൽ ചെയ്യാം. അലോക്കേഷന്റെ ഭാഗത്തൂടെ ചെയ്യാം, റീഡിസ്ട്രിബ്യൂഷന്റെ ഭാഗം ചെയ്യാം, അതേപോലെ സ്റ്റെബിലൈസേഷൻ ഭാഗവും ചെയ്യാം. ഇത് 3 ചെയ്യുമ്പോഴാണ് സൊസൈറ്റി മുഴുവനായിട്ട് എല്ലാ ഏരിയയും ടച്ച് ആവുക. ഓക്കെ, അപ്പൊ നമുക്ക്
ചാപ്റ്റർ ഒന്ന്